ഷാർജയിലെ വിഭജികയുടെ മരണത്തിൽ കേസ് അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്ന വിവരം വരുന്നു. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, 20 ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ മരണത്തിനു ശേഷം. അതിനുശേഷമുണ്ടായ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയിരിക്കുന്നു. എന്തെല്ലാം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ? കൊല്ലം കേരളപുരം സ്വദേശിയായ വിഭജികയും 1.5 വയസ്സുള്ള മകളെയും ഷാർജയിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ നാട്ടിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും DGPക്കും വിഭജികയുടെ കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വിഭജികയുടെ അമ്മ ശൈലജയുടെ പരാതിയിൽ കുണ്ടറ പോലീസ് കേസെടുത്തത്. എന്നാൽ ഈ കേസിന്റെ ഗൗരവമടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കുണ്ടറ പോലീസ് തന്നെ ഈ കേസന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറണം എന്നുള്ളത് ഒരു റിപ്പോർട്ടായി റൂറൽ എസ്പിക്ക് കൈമാറിയിരുന്നു. അതിന്റെ നടപടി അടക്കമുള്ള കാര്യങ്ങൾ അവർ പൂർത്തീകരിച്ചു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക. പ്രത്യേകിച്ച് ഷാർജയിലടക്കം വിവരശേഖരണം നടത്തേണ്ടതായിട്ടുണ്ട്. കൂടുതൽ മൊഴി രേഖപ്പെടുത്തണം. ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തും. ഫോൺ വിവരങ്ങൾ പരിശോധിക്കും. ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ വിഭജികയുടെ അമ്മ ഷാർജ കോടതിയെ സമീപിക്കാനായി ഷാർജയിൽ എത്തിയിട്ടുണ്ട്. ഷാർജ പോലീസിനടക്കം പരാതി നൽകാനാണ് അവരുടെ നീക്കം. ഏതായാലും ഷാർജയിലാണ് യുവതിയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം. നിലവിൽ ഇപ്പോൾ നമുക്കറിയാം ഈ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ച അന്വേഷണം ഏത് രീതിയിൽ പോകണം എന്നടക്കമുള്ള കാര്യങ്ങൾ പുതിയ ടീം അത് അവരുടെ ഒരു യോഗമടക്കമുള്ള കാര്യങ്ങൾ ചേർന്ന ശേഷമായിരിക്കും തീരുമാനിക്കുക. ക്രൈംബ്രാഞ്ച് മേധാവി ആ പുതിയ ടീമിനെ ഉടൻ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ഷാർജയിലെ വിഭജികയുടെ മരണത്തിൽ കേസ് അന്വേഷണം ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു.